നമ്മൾ ഓസ്ട്രേലിയയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ചില ആൾക്കാരെ വളരെ ഹാർഡ് വേയിലായിരിക്കും മനസ്സിലാക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഇഷ്യൂസ് വന്നിട്ടും ഫൈനാൻഷ്യൽ ക്രൈസിസിലോട്ട് പോയതിന് ശേഷമായിരിക്കും മനസ്സിലാക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഡെഫിനറ്റായിട്ട് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് കടക്കാനായിട്ട്. ഈ പ്രോപ്പർട്ടി പർച്ചേസ് എന്ന് പറയുന്നത് $100-200 കാര്യമല്ല. നമ്മുടെ ഹാർഡ് ഏൺ മണിയാണ്. നമ്മളൊരു ലൈഫ് ടൈം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസയും അതിൻ്റെ ഇനിഷ്യൽ ഡെപ്പോസിറ്റും ബാങ്കിൽ നിന്ന് ആവശ്യത്തിന് കൂടുതൽ ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. നമുക്ക് പറ്റുന്നത് പോലെ ഒന്ന് പഠിച്ചിട്ട് വേണം നമ്മളിപ്പോൾ ആരെ യൂസ് ചെയ്താലും നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് പഠിച്ചതിന് ശേഷം വേണം പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് കടക്കാനായിട്ട്. അതിനകത്ത് നമ്മൾ ചിലൊരു തിങ്കിങ് പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഏത് ടൈപ്പ് പ്രോപ്പർട്ടി എന്നുള്ളത് അത് നമ്മളൊരു ടിപ്പിക്കൽ നമുക്ക് താമസിക്കാനുള്ളൊരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു കൺസെപ്റ്റോട് കൂടി ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ പാടില്ല. ഇനി നമുക്ക് റിസർച്ച് ചെയ്യാനൊന്നും അധികം ടൈമില്ല, വളരെ ബിസിയാണ് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനെപ്പറ്റി മാത്രമെങ്കിലും ഒന്ന് ജസ്റ്റ് കൂടുതലായിട്ടൊന്ന് പഠിച്ചിട്ട് ഇതിലോട്ട് ഇറങ്ങുക. കാരണം ഞാൻ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് പറയാണ്, പല ഗ്രൂപ്പുകളിലും പല ദിവസമായിട്ടും പല ആൾക്കാരുടെയും സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കാണുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് ഒരു നോളജ്, ബേസിക് ഒരു നോളജ് ഇല്ലാണ്ട് എടുത്തിയാടി പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത് ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ക്രൈസിലോട്ട് പോയ പലരുടെയും സ്റ്റോറി ഞാൻ കാണുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്ലോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അതല്ല നമ്മുടെ മെയിൻ എയിം. നമുക്ക് ക്യാപിറ്റൽ ഗ്രോത്ത് ആണ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മെയിൻ എയിമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാർ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത് ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് എ ബിറ്റ് ഓഫ് മണി ബാക്ക്. നമ്മുടെ ഒരു സെക്കൻഡറി ഇൻകം പോലെ ആൾക്കാർ കണ്ടിട്ട് ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി വാങ്ങാം. മറിച്ച് അങ്ങനെയല്ല, നമ്മളൊരു ലോങ് ടേം ക്യാപിറ്റൽ ഗ്രോത്തിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടീസ് ചിന്തിക്കാൻ പാടും. പിന്നെ ഈ ക്യാപിറ്റൽ ഗ്രോത്തിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ടിൻ്റെ ഒരു ക്വിറ്റ് വെച്ചിട്ടാണ് നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും, എത്ര എമൗണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഇതിലെല്ലാം ഒരു ഡിസിഷൻ ഫാക്ടർ അതാണ്. അപ്പോൾ ഇങ്ങനത്തെ മിസ്കൺസെപ്ഷൻ വെച്ചിട്ടാണ് ആൾക്കാർ പലരും പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. അടുത്തെന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, കൂടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് നോർമലാണ്. പെർഫെക്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് താന്നിട്ട് പ്രോപ്പർട്ടി വാങ്ങാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വി ആർ ലൂസിങ് ഔട്ട് ടൈം. ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി ഒന്നും ഒരുപാട് വറി ചെയ്യാതെ ബൈയിങ് എ റൈറ്റ് വാല്യൂ അസെറ്റ് ഇൻ റൈറ്റ് ലൊക്കേഷൻ. റേറ്റ്സ് ക്യാൻ ബി റീഫൈനാൻസ്ഡ് ലേറ്റർ. അതുപോലെ റെന്റ്സ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് കണ്ടീഷൻ ദാറ്റ് കോസ്റ്റ് 2 years ഓഫ് ടൈം. പിന്നെ തേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യു ഡോണ്ട് നീഡ് എ മാസീവ് പോർട്ട്ഫോളിയോ ടു ക്രിയേറ്റ് വെൽത്ത്. ചില ആൾക്കാർ എന്തെങ്കിലും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-12 പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിലൂടെ സക്സസ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല. നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ഒരു 3-4 പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ തന്നെ ബിൽഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ഓഫ് ദ പർച്ചേസ് ആണ് അവിടെ വാല്യൂ ചെയ്യുന്നത്. എപ്പോഴും ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഓസ്ട്രേലിയയിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. അപ്പം എല്ലാവരും ഒരുപാട് ആലോചിച്ചിരിക്കാതെ അതിനായിട്ടുള്ളൊരു നോളജ് ഉണ്ടാക്കുക, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോപ്പർട്ടി ഡിസിഷൻ എടുക്കുക, പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.